മഴതോരും മുൻപേ സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അലീനയും വൈജയന്തിയും തമ്മിലുള്ള രൂക്ഷമായ വഴക്കേറ്റം. അലീന വൈജയന്തിയുടെ മുഖത്ത് നോക്കി ഒരു വലിയ സത്യം വെളിപ്പെടുത്തുന്നു. ഇവിടുത്തെ സാർ അച്ഛനും മാഡം എന്റെ അമ്മയുമാണെന്ന്. ഇത് കേട്ടതും വൈജയന്തിയുടെ നിയന്ത്രണം വിട്ടു. കോപം കൊണ്ട് അവർ വിറച്ചു. അലീന പറയുന്ന കാര്യങ്ങളെല്ലാം അസംബന്ധമാണെന്ന് വൈജയന്തി വാദിച്ചുവെങ്കിലും അലീന പിന്മാറാൻ തയ്യാറായില്ല. അതാണ് യഥാർത്ഥ സത്യമെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാതെ വൈജയന്തി അലീനയോട് കയർത്തു. നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? എന്നാൽ അലീനയുടെ മറുപടി വളരെ വ്യക്തമായിരുന്നു. തനിക്ക് ലഭിച്ച ആ മകൾ എന്ന പദവി നഷ്ടപ്പെടുത്താൻ താൻ തയ്യാറല്ലെന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. വൈജയന്തിയോടുള്ള സംസാരം അവസാനിപ്പിച്ച് അലീന നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് തിരിഞ്ഞു. ദേഷ്യം തീർക്കാനെന്ന വണ്ണം വൈജയന്തി മുത്തശ്ശിയോട് പറഞ്ഞു. അമ്മേ, ഇന്ന് തന്നെ എല്ലാം എടുത്തു വെച്ചോളൂ. നമുക്കിപ്പൊ തന്നെ ഇവിടെ നിന്നും പോവാമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. അലീനയുടെ പെട്ടെന്നുള്ള തീരുമാനം മുത്തശ്ശിയെ വല്ലാതെ വേദനിപ്പിച്ചു. താൻ വീണ്ടും നാടുകടത്തപ്പെടുകയാണെന്ന സത്യം മുത്തശ്ശിയെ ഭയപ്പെടുത്തി. മുത്തശ്ശി സങ്കടത്തോടെ അലീനയോട് പറഞ്ഞു. എനിക്ക് ഇവിടെ നിന്നും പോവേണ്ടി വന്നത് നീ തിരിച്ചു വന്നതുകൊണ്ടാണ്. ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നാൽ അലീന മുത്തശ്ശിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് അധിക ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ല മുത്തശ്ശി. ഞാൻ ഇവിടെ തന്നെയില്ലേ. മുത്തശ്ശി ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും. പക്ഷേ മുത്തശ്ശിയുടെ മനസ്സൊന്നും ശാന്തമായില്ല. തിരിച്ചു വരുമോ എന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പില്ലായിരുന്നു. അങ്ങോട്ടേക്ക് പോകുന്നതിനേക്കാൾ ഭേദം ഞാൻ അങ്ങ് മരിക്കുന്നതാണ്, മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കൊല്ലപ്പള്ളിയിലെ അന്തരീക്ഷം അവരെ അത്രമേൽ ഭയപ്പെടുത്തുന്നതായിരുന്നു. മുത്തശ്ശിയുടെ വിഷമം കണ്ട അലീന ഒരു ഉറപ്പ് നൽകി. വിഷമിക്കേണ്ട മുത്തശ്ശി, ഞാൻ അച്ഛനെയും കൂട്ടിച്ച് മുത്തശ്ശിയെ കാണാൻ അങ്ങോട്ടേക്ക് വരും. ഇത് കേട്ട് മുത്തശ്ശി അതിശയിച്ചു. അച്ഛനോ അച്ഛനോ എന്നവർ എടുത്തു ചോദിച്ചു. അലീന പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി നൽകി. അതെ, ആ വിളി വെറുതെ വിളിക്കാനെന്നുള്ളതല്ല, അതെന്റെ ഉള്ളിൽ നിന്നും വരുന്നതാണ് മുത്തശ്ശി. അലീന ബാലചന്ദ്രനെ അച്ഛ എന്ന് വിളിക്കുന്നത് ഉൾക്കൊള്ളാൻ മുത്തശ്ശിക്കപ്പോഴും പ്രയാസമായിരുന്നു. ഇതേ സമയത്തിന് വൈജയന്തി ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. വണ്ടി എടുത്ത് തിരിച്ചിട്ട് അവർ മുത്തശ്ശിയെ കൊണ്ടുപോവാനായി തയ്യാറെടുത്തു. മുത്തശ്ശിയെ കാറിൽ കയറ്റിയതിന്റെ ചുമതലയും അവർ അലീനയുടെ തലയിൽ തന്നെ കെട്ടിവെച്ചു. വീൽചെയർ മുറ്റത്തെത്തിച്ച ശേഷം അലീന മാറി നിന്നു. വൈജയന്തി ഒറ്റയ്ക്ക് മുത്തശ്ശിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് എളുപ്പമായിരുന്നില്ല. നീയും കൂടെ നിന്ന് പിടിക്കടി, മുത്തശ്ശി അലീനയോട് പറഞ്ഞു. അന്ന് അഹങ്കാരം കാണിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത്. വൈജയന്തി തന്നോട് സഹായം ചോദിക്കാത്തത് കൊണ്ട് തന്നെ അലീന ആദ്യമൊന്നും മടിച്ചു നിന്നു. വൈജയന്തി കഥെങ്ങാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നായിരുന്നു അവളുടെ ചിന്ത. എന്നാൽ മുത്തശ്ശി വീണ്ടും ശകാരിച്ചതോടുകൂടെ തന്നെ അലീന സഹായത്തിനായി എത്തി. വൈജയന്തിക്കും അലീന സഹായിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അഹംഭാവം കാരണം അത് പുറത്തു പറഞ്ഞില്ല. ഒടുവിൽ രണ്ടുപേരും ചേർന്ന് മുത്തശ്ശിയെ കാറിലേക്ക് കയറ്റി. യാത്ര തിരിക്കുന്നതിന് മുൻപേ മുത്തശ്ശി സങ്കടത്തോടെ പറഞ്ഞു. ഇനി ഞാൻ തിരിച്ചു വരുവോ നിന്നെ കാണുമോ എന്നൊന്നും അറിയില്ല മോളെ. അതുകൊണ്ട് പോയിട്ട് വരാമെന്ന് പറയുന്നില്ല. ഈ വാക്കുകൾ അലീനയുടെ ഉള്ളിൽ തറച്ചു. വൈജയന്തി വണ്ടിയിൽ കയറുമ്പോൾ മുത്തശ്ശി ചോദിച്ചു. നീ എന്നെ രക്ഷിക്കാനാണോ അതോ ശിക്ഷിക്കാനാണോ കൊണ്ടുപോകുന്നത്? കമലയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുകൊണ്ടാണ് അതൊരു ശിക്ഷയാണെന്ന് മുത്തശ്ശിക്ക് തോന്നിയത്. വൈജയന്തി ഒന്നും മിണ്ടാതെ വണ്ടി മുന്നോട്ടെടുത്തു. ഇതെല്ലാം കണ്ട് അലീന വിഷമത്തോടെ നോക്കി നിന്നു. ഇതേ സമയം ബബിതയും കൃഷ്ണമോളും പുറത്തേക്ക് വന്നെങ്കിലും അലീന വീൽചെയറുമായി അകത്തേക്ക് കണ്ടുപോകുന്നതും കണ്ട് അവർക്ക് അതൃപ്തിയായി. അലീന വീൽചെയർ ഉന്തിക്കൊണ്ടുപോകുന്നതും കണ്ട് കൃഷ്ണമോളും അവളെ സഹായിക്കുന്നുണ്ട്. പിന്നെ അലീന അവിടെ നിന്നും നേരെ ബാലചന്ദ്രന്റെ മുറിയിലേക്ക് ചെന്നു. അച്ഛ എന്ന് പല തവണ വിളിച്ചതിന് ശേഷമാണ് ബാലചന്ദ്രൻ വാതിൽ തുറന്ന് അവളെ അകത്തേക്ക് വിളിച്ചത്. താഴെ നടന്ന നാടകീയ സംഭവങ്ങളൊന്നും തന്നെ ബാലചന്ദ്രൻ അറിഞ്ഞിരുന്നില്ല. താഴെ വല്ല ബോംബും വീണോ എന്ന് ബാലചന്ദ്രന്റെ പരിഹാസ രൂപേണയുള്ള ചോദ്യത്തിന് ചെറിയൊരു ബോംബ് വീണിട്ടുണ്ട് എന്ന് അലീന മറുപടി നൽകി. വൈജയന്തി മുത്തശ്ശിയെയും കൊണ്ട് തറവാട്ടിലേക്ക് പോയ വിവരം അവൾ ബാലചന്ദ്രനെ അറിയിച്ചു. വൈജയന്തി എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടെന്നും അവർ എന്തെങ്കിലും ചെയ്യുമെന്നും അലീന ഭയപ്പെട്ടു. സർ, മാഡത്തിന്റെ ടാർഗറ്റ് ഞാനാണ്, അതാണ് എന്റെ പേടി, അലീന തുറന്നു പറഞ്ഞു. എന്നാൽ ബാലചന്ദ്രൻ വളരെ കൂളായിരുന്നു. നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? അവർ ചെയ്യാനുള്ളതെല്ലാം തന്നെ ചെയ്യട്ടെ. ഏത് സൈഡിൽ നിന്നും ആക്രമണം വരും, എന്ത് ആയുധം വെച്ചും ആക്രമിക്കണം എന്ന് അവർ തീരുമാനിക്കട്ടെ. നമ്മൾ വെറുതെ ഇരുന്നാൽ മതി. അവസാനം അവർ ചോദ്യമേ ചോദിക്കൂ, ഇവളെ എവിടെ നിന്നും പറഞ്ഞു വിടുവോ എന്ന്. അപ്പോ നമ്മൾ മുഖത്ത് നോക്കിയിട്ട് ഇല്ല എന്നങ്ങ് പറഞ്ഞേക്കണം, അത്രയുള്ളൂ. ബാലചന്ദ്രന്റെ ഈ വാക്ക് അലീനക്ക് ആശ്വാസം നൽകി. നിന്റെ അച്ഛൻ ഇവിടെയില്ലേ, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഞാൻ ഇവിടെ ഇല്ലേ എന്ന വാക്കുകൾ അവൾക്ക് ധൈര്യം പകർന്നു. പിന്നീട് വൈജയന്തിയും മുത്തശ്ശിയും കൊല്ലപ്പള്ളിയിലെ തറവാട്ടിലേക്ക് എത്തി. അവിടെ കമലമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വീൽചെയർ എടുത്ത് വരാൻ കമലയോട് വൈജയന്തി ആവശ്യപ്പെട്ടു. മുത്തശ്ശിയെ കാറിൽ നിന്നും ഇറക്കി വീൽചെയറിലേക്ക് ഇരുത്തുമ്പോൾ കമല പരിഹാസത്തോടെ ചോദിച്ചു. ഇതുവരെ നടക്കാറായില്ല? ആ അലീന കൊച്ചമ്മയെ നോക്കിയിട്ട് ഇത്രേ ആയുള്ളൂ. അമ്മയെ നടക്കാൻ പഠിപ്പിക്കേണ്ട ചുമതല ഇനി കമലക്കാണ്, വൈജയന്തി പറഞ്ഞു. ഫിസിയോതെറാപ്പിയും മറ്റും ചെയ്തു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് തന്നെ അമ്മ നടക്കുമെന്ന് വൈജയന്തി ഉറപ്പിച്ചു പറഞ്ഞു.
മുത്തശ്ശിയെ അവരുടെ പഴയ മുറിയിലേക്ക് തന്നെ മാറ്റുമ്പോൾ കമല സംശയത്തോടെ ചോദിച്ചു, ഇതെന്താ അമ്മയെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്? അവിടെ അലീന നോക്കുന്നുണ്ടായിരുന്നല്ലോ, പിന്നെന്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? കമല ഒട്ടും ഇഷ്ടപ്പെടാത്തതുപോലെ തന്നെയാണ് അത് ചോദിച്ചത്. അപ്പോഴാണ് വൈജയന്തി തന്റെ യഥാർത്ഥ ഉദ്ദേശം വെളിപ്പെടുത്തിയത്. താൻ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ് എന്നും അതിനു മുന്നോടിയായിട്ടാണ് അമ്മയെ ഇങ്ങോട്ടേക്ക് മാറ്റിയതെന്നും വൈജയന്തി പറഞ്ഞു. അലീനെ അവിടെ നിന്നും ഇറക്കി വിട്ടില്ലെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിൽക്കില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ ഇറങ്ങിപ്പോരും. വൈജയന്തി ഭീഷണി മുഴക്കി. തന്റെ മക്കളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ കമലമ്മക്ക് അത് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഇതൊരു തറവാട് വീടാണെന്നും തനിക്കിവിടെ അവകാശമുണ്ടെന്നും ഇതിപ്പോഴും ഭാഗം വെച്ചിട്ടില്ല എന്നും വൈജയന്തി ഓർമ്മിപ്പിച്ചു. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായാൽ താൻ തിരിച്ചു പോയിക്കോളാമെന്ന ഉറപ്പ് നൽകിയാണ് കമല വൈജയന്തിയെ തണുപ്പിച്ചത്. വൈജയന്തി തിരിച്ചു പോവാൻ ഇറങ്ങിയപ്പോൾ മുത്തശ്ശിയുടെ മുഖം വാടി. അമ്മയെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് ആര് നോക്കാനാ എന്ന് കമല ചോദിച്ചപ്പോൾ അവളെ അവിടെ നിന്നും ഇറക്കി വിട്ടിട്ട് ഞാൻ തന്നെ അമ്മയെ തിരിച്ചു കൊണ്ടുപോയിക്കോളാമെന്ന് വൈജയന്തി മറുപടി വേഗത്തിൽ തന്നെ കൊടുത്തു. വൈജയന്തി പോയതോടെ കമല മുത്തശ്ശിയുടെ നേരെ അങ്ങ് തിരിഞ്ഞു. അങ്ങനെ ദേ വീണ്ടും എന്നെ മുന്നിൽ തന്നെ നിങ്ങൾ വന്നു അല്ലേ? കമലയുടെ പരിഹാസം മുത്തശ്ശിയെ വേദനിപ്പിച്ചു. എന്റെ ഗതികേട് അല്ലാതെ എന്ത് ചെയ്യാനാ? മുത്തശ്ശി സങ്കടപ്പെട്ടു പറഞ്ഞു. എന്നാലും കമല വിട്ടില്ല. മോളുടെ കയ്യിലിരിപ്പ് ശരിയല്ല എന്നും വൈജയന്തിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. താൻ ഏതായാലും മുത്തശ്ശിയെ അധിക കാലമൊന്നും ഇവിടെ വാഴിക്കില്ല എന്ന് കമലമ്മ താക്കീത് നൽകി. അലീന പണം വാങ്ങിയാണ് മുത്തശ്ശിയെ നോക്കുന്നതെന്ന മനുവിന്റെ നുണ കമല വിശ്വസിച്ചിരുന്നു. അതിന്റെ ദേഷ്യവും അവർക്കുണ്ടായിരുന്നു. എന്റെ ഗതികേട് അല്ലാതെ എന്ത് ചെയ്യാനായെന്ന് മുത്തശ്ശി സങ്കടപ്പെട്ടു. എന്ന കമലമ്മ വിട്ടില്ല. മോളുടെ കയ്യിലിരിപ്പ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി. താൻ അധിക കാലം മുത്തശ്ശിയെ ഇവിടെ വാഴിക്കില്ല എന്ന് താക്കീതും കമലമ്മ നൽകി. അലീന പണം വാങ്ങിയാണ് മുത്തശ്ശിയെ നോക്കുന്നതെന്ന മനുവിന്റെ നുണ കമല വിശ്വസിച്ചിരുന്നു. അതിന്റെ ദേഷ്യവും അവർക്കുണ്ടായിരുന്നു. പിന്നീട് രാത്രിയായിട്ടും വൈജയന്തി തിരികെ വരാത്തത് കൊണ്ട് തന്നെ രോഹിത് അമ്മയെ വിളിച്ചു. അമ്മക്ക് വിഷമമാവാതിരിക്കാൻ വേണ്ടി താൻ ഇന്ന് രാത്രി കൊല്ലപ്പള്ളിയിൽ നിൽക്കുകയാണെന്ന് വൈജയന്തി മറുപടി പറഞ്ഞു. താൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചുവെന്നും അലീന ഉണ്ടാക്കിയതൊന്നും തനിക്ക് വേണ്ടെന്നും രോഹിത് പറഞ്ഞപ്പോൾ വൈജയന്തിക്ക് അഭിമാനം തോന്നി. ഇതാണ് ആണത്തം. അവർ മകനെ പ്രശംസിച്ചു. എന്നാൽ ബബിതയും കൃഷ്ണമോളും അലീന ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു എന്നറിഞ്ഞപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വന്നെങ്കിൽ പോലും വൈജയന്തി പറയുന്നുണ്ട്, അവർ പെൺപിള്ളേരല്ലേ, അത് കാര്യമാക്കണ്ട, നിന്നെ പോലെ പുറത്തു പോയിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി അതിനെ നിസ്സാരമാക്കി കളഞ്ഞു. പിറ്റേന്ന് രാവിലെ വൈജയന്തി വീട്ടിലേക്ക് തിരിച്ചെത്തി. ബബിത ഓടി വന്ന് തലേ ദിവസം വീട്ടിൽ നടന്ന ഒരു സംഭവം അമ്മയോട് പറഞ്ഞു. അമ്മേ, അലീന നമ്മുടെ അച്ഛനെ അച്ഛ എന്നാണ് വിളിക്കുന്നത് എന്ന് പറയും. ഇത് കേട്ടതോടുകൂടി തന്നെ വൈജയന്തിക്ക് ദേഷ്യം വന്നു. വിശ്വസിക്കാനായില്ല. അച്ഛനോ? പോടി, അവർ പുച്ഛത്തോടെ പറഞ്ഞു. എന്നാൽ താൻ സത്യമാണ് പറയുന്നതെന്ന് ബബിത ഉറപ്പിച്ചു പറഞ്ഞു. വൈജയന്തിക്ക് അത് വലിയ നാണക്കേടായി തോന്നി. നാട്ടുകാരൊക്കെ കേട്ട എന്ത് വിചാരിക്കും? അവൾ ബാലചന്ദ്രന്റെ രഹസ്യ ബന്ധത്തിലുള്ള മകളാണെന്ന് ആളുകളൊക്കെ കരുതില്ലേ? വൈജയന്തി ചോദിച്ചു. അലീനെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കരുതെന്ന് ബബിത അമ്മയോട് ആവശ്യപ്പെട്ടു. എന്നാൽ വൈജയന്തിക്ക് അതൊരു അടവായിട്ടാണ് തോന്നിയത്. ഇതൊക്കെ വെറും ആഭാസമാണ്. അച്ഛ എന്ന് വിളിച്ചാൽ പിന്നെ ആരും അവരുടെ ബന്ധത്തെ സംശയിക്കില്ലല്ലോ, അതൊരു മറയാണ് എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി. വൈജയന്തി അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ അലീന വളരെ സന്തോഷത്തോടുകൂടെ ബാലചന്ദ്രനെ കണ്ടതിന് ശേഷം കോണിപ്പടി ഇറങ്ങിയിട്ട് ഇങ്ങനെ താഴേക്ക് വരുമായിരുന്നു. ഇപ്പോ എപ്പോഴും മുകളിലാണല്ലോ എന്ന് വൈജയന്തി പരിഹാസത്തോടെ ചോദിച്ചു. അന്നേരം മുത്തശ്ശിയെ കൊണ്ടാക്കിയോ എന്ന് അലീന ചോദിച്ചപ്പോൾ നീ ഒരൊറ്റൊരുത്തി കാരണമാടി ഞാൻ എൻ്റെ അമ്മയെ അങ്ങോട്ടേക്ക് കൊണ്ടുവിട്ടത് എന്ന് വൈജയന്തി പൊട്ടിത്തെറിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അലീന ശാന്തമായി മറുപടി നൽകി. എന്നോടുള്ള ദേഷ്യത്തിന് മുത്തശ്ശിയെ ബലിയാടാക്കേണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ പിന്നെ മുത്തശ്ശി അവിടെ തന്നെ കടന്ന് ദുരിതം അനുഭവിക്കേണ്ടി വരില്ലേ? എടി, നിന്നെ എങ്ങനെ ഇറക്കി വിടണമെന്ന് എനിക്ക് നന്നായിട്ടറിയാമെന്ന് വൈജയന്തി വെല്ലുവിളിയോടെ പറഞ്ഞു. അപ്പോൾ അലീന ഒരു സന്ധി സംഭാഷണത്തിന് ശ്രമിച്ചു. മാഡം, എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്താൽ പ്രശ്നമെല്ലാം തന്നെ തീരില്ലേ? അന്നേരം വൈജയന്തി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് വിട്ടുവീഴ്ച ചെയ്യണമെന്നാ നീ ഈ പറയുന്നത്? എല്ലാവരെയും ഒന്ന് സ്നേഹിച്ചാ പോരെ മാഡം? നിന്നെയാണോ ഞാൻ സ്നേഹിക്കേണ്ടത്? എന്നെ സ്നേഹിക്കണ്ട, എനിക്കത് ശീലമായി. പക്ഷേ അച്ഛനെ ഒന്ന് സ്നേഹിക്കാലോ. എന്നാൽ അച്ഛൻ എന്ന അലീനയുടെ ആ ഒരു വിളി കേട്ടതോടുകൂടി തന്നെ വൈജയന്തിയുടെ സമനില തെറ്റി. അച്ഛനോ? ആരുടെ അച്ഛനാടി? നീ ആരുടെ അച്ഛനെന്ന് വിളിച്ചത്? അലീന ബാലചന്ദ്രനെ അച്ഛൻ എന്ന് വിശേഷിപ്പിച്ചത് വൈജയന്തിക്ക് ഒട്ടും തന്നെ താങ്ങാനായില്ല. വിശ്വസിക്കാൻ കഴിയാതെ നീ ആരെയടി അച്ഛനെന്ന് വിളിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കോപം കൊണ്ട് വലിഞ്ഞു മുറുകി നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. ഇനി നാളത്തെ എപ്പിസോഡിൽ വളരെയധികം സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള സീൻസൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അലീനയും വൈജയന്തിയും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ ശക്തമാവുന്നു. എന്നാൽ തന്നെ എത്രമാത്രം വെറുത്താലും തനിക്കൊരിക്കൽ പോലും വൈജയന്തിയോട് ദേഷ്യമില്ലെന്നും സത്യമെല്ലാം അറിയുമ്പോൾ വൈജയന്തി തന്നെ പശ്ചാത്തപിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അലീന ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടിട്ട് കൃഷ്ണമോൾക്ക് ഇഷ്ടപ്പെടില്ല.
അമ്മ ആരോടാണ് ഈ മത്സരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ കൃഷ്ണമോളും വൈജയന്തിക്കെതിരെ തിരിയും. ബാലചന്ദ്രൻ ഇതെല്ലാം ഒരു തമാശയായി കണ്ട് ഇപ്പോൾ 2 ടീമിലും ആളുകളായില്ലേ, ഇപ്പോൾ അവരുടെ ടീമിലും 3 പേര്, നമ്മളും 3 പേരായി, ഇപ്പോൾ ഈക്വൽ ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് യാതൊരു കൂസലുമില്ലാതെ അലീനയോട് ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്ന ബാലചന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നാളത്തെ എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഉടനെ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.